ഹായ് ഫ്രണ്ട്സ്, അജു ആണ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വാല്യൂ ഇൻവെസ്റ്റിങ്ങിനെ പറ്റിയിട്ടാണ്. വാല്യൂ ഇൻവെസ്റ്റിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും ട്രൂ വാല്യൂ ഇൻവെസ്റ്റിംഗ് അല്ലെങ്കിൽ വാറൻ ബഫറ്റ് ഒക്കെ ചെയ്തിട്ടുള്ള പോലത്തെ ഒരു ടൈപ്പ് വാല്യൂ ഇൻവെസ്റ്റിങ്ങിനെ പറ്റിയിട്ടാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്നും ഏതൊക്കെ മാർക്കറ്റ് കണ്ടീഷൻസിലാണ് അത് ചെയ്യാൻ പറ്റുന്നതെന്നും എങ്ങനെയാണ് അതിൻ്റെ അത് സ്റ്റോക്കുകൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നതെന്നും അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ക്രീനർ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും അവസാനം വരെ കൂടെ ഉണ്ടായിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നായിട്ട് എന്നും പറയുന്ന പോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് ഓർമ്മിപ്പിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് അധികം മുഖവരമില്ലാതെ ഡയറക്റ്റ് നമ്മുടെ ടോപ്പിക്കിലോട്ട് പോകാം. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് വാല്യൂ ഇൻവെസ്റ്റിംഗ്. ഇതിന് മുമ്പ് നമ്മുടെ ചാനൽ വഴിയിട്ട് തന്നെ നമ്മൾ ഡീപ്പ് വാല്യൂ പിക്സ് അതല്ലെങ്കിൽ സൈക്ലിക്കൽ സ്റ്റോക്കുകൾ നമുക്ക് വാല്യൂ ലെവലിൽ കിട്ടുന്നത് ഇതിനെയൊക്കെ പറ്റിയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ആ ഒരു ടൈപ്പിലുള്ള വാല്യൂ ഇൻവെസ്റ്റിംഗ് അല്ല നമ്മൾ സംസാരിക്കുന്നത്. നമ്മൾ സംസാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രൂ വാല്യൂ ഇൻവെസ്റ്റിംഗ് അല്ലെങ്കിൽ അതിൻ്റെ അകത്തുള്ള അസറ്റുകൾ വെച്ചിട്ട് ആ അസറ്റ്സിൻ്റെ ഫ്രാക്ഷനിൽ അല്ലെങ്കിൽ അസറ്റിൻ്റെ പകുതി വിലയ്ക്ക്, അതായത് നമ്മളിപ്പോൾ US പറയുന്നത് പോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈ $1 at 50 cents അല്ലെങ്കിൽ 1 cent എന്നൊക്കെ പറയുന്ന ഒരു ടൈപ്പിലുള്ളൊരു വാല്യൂ ഇൻവെസ്റ്റിങ്ങിനെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ആക്ച്വലി നമ്മൾ ഇന്നത്തെ മാർക്കറ്റിൻ്റെ അകത്ത് നോക്കാൻ നേരത്ത് ആരും തന്നെ അങ്ങനെ വാല്യൂ ഇൻവെസ്റ്റിംഗ് ചെയ്യാറില്ല. എല്ലാ ആൾക്കാരും വാല്യൂ ഇൻവെസ്റ്റിംഗ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാല്യൂ അറ്റ് എന്താ പറയുക ഒരു ഗ്രോത്ത് അല്ലെങ്കിൽ റീസണബിൾ വാല്യൂ അറ്റ് ഗ്രോത്ത് ഈ രീതിയിലൊക്കെയാണ് അവർ നോക്കുന്നത്. അവർ ആക്ച്വലി ഗ്രോത്തിനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്, അല്ലാതെ വാല്യൂവിന് ഇന്നത്തെ കാലത്ത് ആരും ടാർഗറ്റ് ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ വാല്യൂവിനെ ആൾക്കാർ ടാർഗറ്റ് ചെയ്യാത്തത്? കാരണം വാല്യൂവിനെ ടാർഗറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ അണ്ടർലൈങ് ആയിട്ടുള്ള ആ ഒരു അസറ്റിനെ കാട്ടിയും വാല്യൂവിൽ നമുക്ക് കമ്പനി കിട്ടണം. ഒരു എക്സാമ്പിൾ പറയുകയാണ്, ഒരു കമ്പനിയുടെ കയ്യിൽ കുറേയധികം വസ്തുണ്ട് അല്ലെങ്കിൽ ലാൻഡ് ഉണ്ട്, റിയൽ എസ്റ്റേറ്റ് ഉണ്ട്. ആ റിയൽ എസ്റ്റേറ്റിൻ്റെ വർത്ത് എന്ന് പറയുന്നത് ഒരു 10,000 കോടിയാണെന്ന് വിചാരിക്കുക. ആൻഡ് ആ കമ്പനി നമുക്ക് കിട്ടുകയാണ് ഒരു 2,000 കോടിയിൽ കമ്പനി കിട്ടുകയാണ്. അതിനെയാണ് നമ്മൾ വാല്യൂ ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ആ 2,000 കോടിയിൽ നമ്മൾ ആ കമ്പനി മേടിക്കുന്നു. കമ്പനി മേടിച്ചതിന് ശേഷം എന്തെങ്കിലും കാരണം കൊണ്ട് മാർക്കറ്റ് അതിന് 10,000 കോടിയുടെ വർത്ത് ഉണ്ടെന്ന് മാർക്കറ്റ് അതിനെ റെക്കഗ്നൈസ് ചെയ്തിട്ട് ഒന്ന് ഷെയർ പ്രൈസ് മേലിലോട്ട് കൊണ്ടുപോകണം. അതല്ലെങ്കിൽ നമ്മൾ ആ 2,000 കോടിയിൽ നമ്മൾ മേടിക്കുന്ന കമ്പനിയിലോട്ട് നമ്മൾ ഒരുപാടധികം ഷെയർസ് മേടിച്ച് നമ്മൾ അതിൻ്റെ ഒരു മാനേജ്മെൻറ്റ് ഭാഗമായിട്ട് മാറിയതിന് ശേഷം നമ്മൾ ആ കമ്പനിനെ കൊണ്ട് ആ പ്രോപ്പർട്ടീനെ ഡിസോൾവ് ചെയ്തെടുത്ത് നമ്മൾ ആ ക്യാഷ് നമ്മളതിലോട്ട് കൊണ്ടുവരുന്നു. ആ രീതിയിലാണ് യഥാർത്ഥ ട്രൂ വാല്യൂ ഇൻവെസ്റ്റിംഗ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ ഒരു തിയറി അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റിൽ നമ്മൾ ഇന്ന് കമ്പനീസ് നോക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ രീതിയിലുള്ള വാല്യൂ ഇൻവെസ്റ്റിംഗിനുള്ള കമ്പനീസ് കിട്ടത്തില്ല. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 10,000 കോടിയുടെ വെർത്ത് ആ കമ്പനിക്ക് അകത്തുണ്ടെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് അങ്ങനെയുള്ള കമ്പനീസ് അത്ര കണ്ട് ലോവർ വാല്യൂവേഷനിൽ കിട്ടത്തില്ല. കാരണം എന്തുകൊണ്ടാണ്? ഇൻഫർമേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്ന സാധനം ഇന്ന് മാർക്കറ്റിൻ്റെ ഇടയിലില്ല. പഴയ കാലഘട്ടത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഇൻഫർമേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത് വളരെയധികം വൈഡായിരുന്നു. സാധാരണക്കാർക്ക് അറിയത്തില്ല ഒരു കമ്പനിയിൽ എന്തോരം വാല്യൂ ഉണ്ടെന്നും അല്ലെങ്കിൽ അവരുടെ കയ്യിൽ എന്തൊക്കെ അസറ്റുകളുണ്ട്, അവരുടെ കയ്യിൽ എത്ര ക്യാഷ് ഉണ്ട്, ഇതുപോലുള്ള കാര്യങ്ങളൊന്നും സാധാരണക്കാർക്ക് അറിയത്തില്ല. അപ്പോൾ ഈ ഇൻഫർമേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത് കാലഘട്ടം മാറുന്നതിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ ടെക്നോളജി വികസിക്കുന്നതിനനുസരിച്ചിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അത് കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അന്നും ഇന്നും മാറാതിരിക്കുന്ന ഒരേ ഒരു സംഭവം എന്ന് പറയുന്നത് എന്താണ്? അത് നമ്മുടെ ഹ്യൂമൻ സൈക്കോളജിയാണ് അല്ലെങ്കിൽ ഹ്യൂമൻ ബിഹേവിയറാണ്. അപ്പോൾ ഈ ബിഹേവിയർ എന്ന് പറഞ്ഞ സാധനം മാറാത്തതുകൊണ്ട് നമുക്ക് ഇന്നും പലപ്പോഴും വാല്യൂ കമ്പനീസ് കിട്ടാറുണ്ട്. പക്ഷേ അത് റെയർ ആയിട്ടുള്ള ഒക്കേഷൻസിൽ മാത്രമേ കിട്ടാറുള്ളൂ. എപ്പോഴൊക്കെയാണ് അത് കിട്ടുന്നത്? ആക്ച്വലി അത് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബെയർ മാർക്കറ്റിൻ്റെ ബോട്ടത്തിൽ കാര്യങ്ങളിലൊക്കെയാണ് നമുക്ക് അങ്ങനെ ഒരു വാല്യൂ ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്. കാരണം ആ സമയത്ത് ആൾക്കാർ കമ്പനിയുടെ അണ്ടർലൈങ് അസറ്റ് എന്താണെന്നോ അല്ലെങ്കിൽ കമ്പനിക്കകത്ത് എന്തോരം വാല്യൂ ഉണ്ടെന്നൊക്കെ നോക്കിയിട്ടല്ല ആൾക്കാർ കമ്പനികളെ വിൽക്കുന്നത്. അവർ ജസ്റ്റ് അവരുടെ കയ്യിൽ അവർക്ക് പൈസ ആവശ്യമുണ്ട് അവർ വിൽക്കുന്നു, അല്ലെങ്കിൽ എല്ലാ ഇടിയാണ് ഞങ്ങൾ ഇതും വിൽക്കുന്നു. ആ രീതിയിൽ അവരങ്ങ് എന്താ പറയുക ബ്ലൈൻഡായിട്ട് വിറ്റുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അല്ലെങ്കിൽ അത്ര കണ്ട് വലിയൊരു പെസിമിസ്റ്റിക് ആയിട്ടുള്ള ഒരു സിനാരിയോ നിൽക്കാൻ നേരത്ത് മാത്രമേ നമുക്ക് ഇന്നത്തെ കാലത്ത് വാല്യൂ കിട്ടത്തുള്ളൂ. അതല്ലാതെ നമുക്ക് പലപ്പോഴും വാല്യൂ ആയിട്ട് പല കമ്പനികളും തോന്നാറുണ്ട്. അവരുടെ അസറ്റിനെ കാട്ടിയും കുറഞ്ഞ വാല്യൂഷനിൽ അല്ലെങ്കിൽ ബുക്ക് വാല്യൂനെ കാട്ടിയൊക്കെ താഴത്തെ ലെവലിൽ നമുക്ക് ഒരുപാട് കമ്പനീസ് കിട്ടാറുണ്ട്. പക്ഷേ അതൊക്കെ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അത് ഏറ്റവും കൂടുതൽ വാല്യൂ ട്രാപ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്ത് എങ്ങനെയാണ് നമുക്ക് വാല്യൂ ട്രാപ്പ് അല്ലാതെ ഡീസൻ്റ് ആയിട്ട് വാല്യൂ അല്ലെങ്കിൽ ആക്ച്വൽ വാല്യൂ ഉള്ള ടൈപ്പ് കമ്പനീസ് തന്നെ കണ്ടുപിടിക്കുന്നതിനെ പറ്റിയിട്ടൊക്കെയാണ് ഇന്ന് നമ്മൾ കുറച്ച് അധികം അതിനുശേഷം ഒരു സ്ക്രീനർ വഴിയിട്ടൊക്കെ ആക്ച്വലി പരിചയപ്പെടാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വാല്യൂ ഇൻവെസ്റ്റിംഗ് വർക്ക് ചെയ്യത്തില്ല എന്ന് പറയുമ്പോൾ പോലും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റേഴ്സ് ആഘോഷിക്കപ്പെടുന്ന ഒരു ബുക്കുണ്ട്. അതായത് ദ ഇൻ്റലിജൻറ്റ് ഇൻവെസ്റ്റർ എന്ന് പറയുന്ന അല്ലെങ്കിൽ ബൈബിൾ ഓഫ് വാല്യൂ ഇൻവെസ്റ്റിംഗ് എന്ന് പറഞ്ഞ് അറിയപ്പെടുന്ന ഒരു ബുക്കുണ്ട്. ആ ബുക്ക് എഴുതിയിട്ടുള്ളത് ആരാണ്? അത് ബെഞ്ചമിൻ ഗ്രാമാണ് എഴുതിയിട്ടുള്ളത്. ബെഞ്ചമിൻ ഗ്രാം ചെയ്തുകൊണ്ടിരുന്നത് വാല്യൂ ഇൻവെസ്റ്റിംഗ് ആണ്. പക്ഷേ ബെഞ്ചമിൻ ഗ്രാമിൻ്റെ ഇൻവെസ്റ്റിംഗ് എന്താ പറയുക ലൈഫ് കരിയർ നമ്മൾ നോക്കാൻ നേരത്ത് ആ പുള്ളിക്കാരൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഗൈക്കോ എന്ന് പറയുന്ന അല്ലെങ്കിൽ ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ കമ്പനി
മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ബാക്കി പുള്ളിയുടെ മൊത്തം ഇൻവെസ്റ്റ്മെൻറ്റ് വെച്ച് നമ്മൾ ടോട്ടലി നോക്കുകയാണെങ്കിൽ പുള്ളി ലോസിലാണ്. ആ ഒരൊറ്റ കമ്പനിയുടെ ലാഭം കാരണമാണ്, അല്ലെങ്കിൽ ആ ഒറ്റ കമ്പനിയുടെ പെർഫോമൻസ് കാരണമാണ് പുള്ളി ഇത്ര വലിയ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഉള്ള ഒരാളായിട്ട്, അല്ലെങ്കിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിംഗ് കരിയർ ഉള്ള ഒരാളായിട്ട് നമ്മൾ പുള്ളീനെ കണക്കാക്കുന്നത്. പക്ഷേ ആ ഗൈക്കോ എന്ന് പറയുന്ന കമ്പനി പുള്ളി മേടിച്ചത് അതൊരു അട്ടർ വാല്യൂ പിക്ക് അല്ലായിരുന്നു. അത് ഒരു ഗ്രോത്ത് സ്റ്റോറിയാണ്, അല്ലെങ്കിൽ അതിൻ്റെ അകത്തുള്ള ഗ്രോത്ത് പാർട്ട് പ്ലേ ഔട്ട് ചെയ്തിട്ടാണ് പുള്ളി ഒരു എന്താ പറയുക വെൽത്ത് ക്രിയേറ്റ് ചെയ്തത്. സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് വെൽത്ത് ക്രിയേറ്റ് ചെയ്തത് അതിൻ്റെ അകത്തുള്ള ഗ്രോത്ത് പാർട്ട് പ്ലേ ഔട്ട് ചെയ്തിട്ടാണ്. അതേ കണക്കിന് നമ്മളിപ്പോൾ ബഫറ്റിനെ പറ്റിയിട്ട് സംസാരിക്കാറുണ്ട്. ബഫറ്റിനെ പറ്റിയിട്ട് ഒരുപാട് മിത്തുകൾ നിലനിൽക്കുന്ന ഒരാളാണ് ബഫറ്റ്, അല്ലെങ്കിൽ ബഫറ്റിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഫിലോസഫി എന്ന് പറയുന്നതിനെ പറ്റിയിട്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബഫറ്റിൻ്റെ നമ്മളിപ്പോൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോക്കുകൾ ലോങ് ടൈമിൽ ഹോൾഡ് ചെയ്യുക, അല്ലെങ്കിൽ വാറൻ ബഫറ്റിനെ പോലെ ഹോൾഡ് ചെയ്യുകയൊക്കെയാണ് നമ്മൾ സംസാരിക്കുന്നത്. പക്ഷേ ബഫറ്റിൻ്റെ സ്റ്റാർട്ടിങ് ഫേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പുള്ളിയുടെ ആവറേജ് ഒരു സ്റ്റോക്ക് ഹോൾഡിംഗ് പീരീഡ് എന്ന് പറയുന്നത് 3 മാസമൊക്കെയാണ്. അതിൽ കൂടുതലൊന്നും പുള്ളി സ്റ്റോക്കുകൾ ഹോൾഡ് ചെയ്യാറില്ല. പുള്ളി അന്നത്തെ കാലത്ത് ട്രൈ ചെയ്തുകൊണ്ടിരുന്നത്, പുള്ളിയുടെ സ്റ്റാർട്ടിങ്ങിൽ പുള്ളി ട്രൈ ചെയ്തുകൊണ്ടിരുന്നത് സിഗാർ ബട്ട് ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഇൻവെസ്റ്റിംഗ് ആണ്, അല്ലെങ്കിൽ ആ രീതിയിലുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പനി പൂട്ടാറാവുന്നതിന് മുന്നായിട്ട് ആ കമ്പനിക്കകത്ത് എന്തെങ്കിലും ഇതുപോലുള്ള കുറച്ച് വാല്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ആ കമ്പനിയുടെ ബാക്കി ബിസിനസ് ഒന്നും നടക്കുന്നില്ലായിരിക്കും. അങ്ങനെയുള്ള കമ്പനീസ് പുള്ളി മേടിക്കുന്നു, അതിനുശേഷം നല്ല രീതിയിൽ തന്നെ പൊസിഷൻ ബിൽഡ് ചെയ്യുന്നു, ആ പുള്ളി മാനേജ്മെൻറ്റ് ഭാഗമായിട്ട് വരുന്നു, ആ കമ്പനീനെ കൊണ്ട് ഡൈല്യൂട്ട് ചെയ്യിപ്പിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ അസറ്റുകൾ മൊത്തം വിറ്റ് അത് ഷെയർ ഹോൾഡേഴ്സിന് ഇതായിട്ട് കൊടുക്കുന്നു, പൈസയായിട്ട് കൊടുക്കുന്ന ഒരു രീതിയിലോട്ട് എത്തിക്കുന്നു ആ ബിസിനസ്സിനെ. അങ്ങനെ കൊണ്ടുവരുമ്പോഴത്തേക്കും എന്ത് പറ്റുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളി മേടിച്ചതിനെക്കാട്ടിയും കൂടുതൽ എമൗണ്ട് ഈ അസറ്റ് ഡൈല്യൂട്ട് ചെയ്യുന്ന വഴിയിട്ട് പുള്ളി കിട്ടുന്നുണ്ടായിരിക്കും. അപ്പോൾ ആ രീതിയിലൊക്കെ ഉള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഫിലോസഫിക്കാണ് വാറൻ ബഫറ്റ് പുള്ളിയുടെ സ്റ്റാർട്ടിങ് ഫേസിലൊക്കെ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം ചാർലി മെങ്കറൊക്കെ വന്നതിന് ശേഷമാണ് പുള്ളി ഒരു ഗ്രോത്ത് ഇൻവെസ്റ്റിംഗ്, പുള്ളി അത് പറയാറില്ല, പുള്ളി പറയുന്നത് വാല്യൂ ഇൻവെസ്റ്റിംഗ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. പക്ഷേ അവിടെയും പുള്ളി നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനീസിന് ഫർദർ മുന്നോട്ട് സസ്റ്റെയിൻ ചെയ്യാൻ ചാൻസ് ഉണ്ടോ എന്ന് തന്നെയാണ് നോക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് ഗ്രോത്ത് വരുമോ എന്ന് തന്നെയാണ് നോക്കുന്നത്. അതുകൊണ്ടാണ് പുള്ളിക്ക് ഈ കൊക്കക്കോള പോലെയുള്ള കമ്പനീസിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റാത്തത്. കൊക്കക്കോള പോലെ കമ്പനി എന്ന് പറയുന്നത് പുള്ളിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കരിയറിൽ വെച്ച് നോക്കാൻ നേരത്തെ ആ ഒരു ടൈം ഫ്രെയിമിൻ്റെ അകത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ അത് പുള്ളിയുടെ അന്ന് ഉണ്ടായിരുന്നതിൻ്റെ ഏറ്റവും ഹയർ വാല്യൂഷനിൽ പുള്ളി മേടിച്ച സ്റ്റോക്കുകളിൽ ഒന്നായിട്ടാണ് നമ്മൾ കൊക്കക്കോളനെ കണക്കാക്കുന്നത്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഈ വാല്യൂ ഇൻവെസ്റ്റിംഗ് ആക്ച്വലി അത്ര കണ്ട് വർക്ക് ചെയ്യുന്നൊരു സംഭവമല്ല. പക്ഷേ എന്നിരുന്നാൽ പോലും പല ആൾക്കാരും സേഫ് ബെറ്റായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് വാല്യൂ ഇൻവെസ്റ്റിംഗ് നോക്കാറുണ്ട്. അതായത് ഒരു വാല്യൂ ഇൻവെസ്റ്ററിൻ്റെ ഫിലോസഫിയിൽ നമ്മൾ പറയുമ്പോഴാണ് നമ്മൾ പല കമ്പനീസിലും നമ്മൾ പല തിയറീസ് കേൾക്കാറുണ്ട്. അതായത് ഒരു സ്റ്റോക്ക് താഴോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്ത് കൂടുതൽ വാല്യൂ ആണ് കാണുന്നത്. നമ്മൾ ഇന്നലെ 100 രൂപയ്ക്ക് കണ്ട സാധനം ഇന്ന് നമ്മൾ 50 രൂപയ്ക്ക് കാണുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്ത് കൂടുതൽ പൈസ ഇടേണ്ട ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ വാല്യൂ ഇൻവെസ്റ്റിങ്ങിൻ്റെ ഫിലോസഫിക്കകത്ത് വരുന്നതാണ്. ഇതും കൊണ്ട് നമ്മൾ ഗ്രോത്ത് കമ്പനീസിലോട്ട് ചെല്ലാൻ നേരത്തെ നമുക്ക് ആക്ച്വലി പൈസ നഷ്ടം വരുത്തുകയാണ് പറ്റുന്നത്, അല്ലെങ്കിൽ നഷ്ടപ്പെടുകയാണ് നമ്മൾ അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ഈ രീതിയിലുള്ള ഫിലോസഫിയൊക്കെ വർക്ക് ചെയ്യുന്ന വാല്യൂ ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നത് ഇന്ന് ആൾക്കാർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ ഒരുപാട് വലിയ നെറ്റ്വർത്ത് ഉണ്ടെങ്കിൽ അതിൻ്റെ കുറച്ച് എമൗണ്ട് അയാൾ എന്ത് ചെയ്യുന്നു, ഇതുപോലെ വാല്യൂ ഇൻവെസ്റ്റിങ്ങിൻ്റെ അകത്തോട്ട് പോകണം. കാരണം ഗ്രോത്ത് സ്റ്റോക്കുകൾ എന്ന് പറയുന്നത് വളരെയധികം ഇല്ലിക്വിഡ് ആയിട്ടുള്ള സ്റ്റോക്കുകളായിരിക്കും, വളരെയധികം ഫാസ്റ്റ് മൂവ്മെൻറ്റ് നടത്തുന്ന സ്റ്റോക്കുകളായിരിക്കും. അത് മാത്രമല്ല ഈ സ്റ്റോക്കുകളെന്ന് പറഞ്ഞാൽ വളരെ വലുതായതിനു ശേഷം ഇതിൻ്റെ അകത്ത് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ കുറഞ്ഞു വരികയും ക്ലൈമാക്സ് സ്റ്റോപ്പ് ഉണ്ടാകും, താഴോട്ടിരിക്കും, ഇങ്ങനെ വളരെയധികം വോളറ്റിലായിരിക്കും, ഫാസ്റ്റ് ആയിട്ടുള്ള സ്വിച്ചിങ്ങുകൾ വേണ്ടി വരും, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുള്ളതായിരിക്കും ഗ്രോത്ത് സ്റ്റോക്കുകൾ എന്ന് പറയുന്നത്. പക്ഷേ വാല്യൂ സ്റ്റോക്കുകൾ അങ്ങനെയല്ല. വാല്യൂ സ്റ്റോക്കുകളുടെ ഡൗൺ സൈഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് വളരെയധികം കുറവായിരിക്കും. ഒരിക്കൽ മേടിച്ച് കഴിഞ്ഞാൽ അവിടെ അങ്ങ് മറന്നു കളയാൻ പറ്റും. കുറേ 10-20 വർഷം കഴിഞ്ഞ് നോക്കാൻ നേരത്ത് നമ്മൾ അതിൻ്റെ അകത്ത് അതെന്ന് പറഞ്ഞാൽ ഗ്രോത്ത് ഇൻവെസ്റ്റിംഗ് ഫിലോസഫിക്കകത്താണ് ഈ ഓവർ ഡൈവേഴ്സിഫിക്കേഷനൊക്കെ വരുന്നത്. നമ്മളങ്ങനെ ഓവർ ഡൈവേഴ്സിഫൈ ചെയ്ത സ്റ്റോക്കുകൾ കുറേ സ്റ്റോക്കുകൾ മേടിച്ചിട്ടതിന് ശേഷം കുറേ വർഷം കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ ഇതിൻ്റെ അകത്ത് ഏതെങ്കിലുമൊക്കെ കുറച്ച് സ്റ്റോക്കുകൾ മാത്രം പെർഫോം ചെയ്യും. അതിൻ്റെ പെർഫോമൻസ് ടോട്ടൽ പോർട്ട്ഫോളിയോക്കകത്ത് നമുക്ക് വലിയ പെർസെൻറ്റേജിൻ്റെ അകത്ത് കാണാനും പറ്റും. അപ്പോൾ ഈ രീതിയിലുള്ള ഫിലോസഫിയൊക്കെ ഫോളോ ചെയ്യുന്നത് ഇന്നത്തെ കാലത്ത് വളരെയധികം ഹ്യൂജ് ആയിട്ടുള്ള നെറ്റ്വർത്തുള്ള ആൾക്കാരാണ് ഇന്നത്തെ കാലത്ത് ഫോളോ ചെയ്യുന്നത്. അതിൻ്റെ അകത്തും അവർ ബാക്കി ഗ്രോത്ത് ഇൻവെസ്റ്റിനെക്കാട്ടിയും കൂടുതൽ വെൽത്തൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ഡൗട്ടായിട്ടുള്ള അല്ലെങ്കിൽ ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ഒരു സിനാരിയോ ആയിട്ടാണ് ഞാൻ ഇന്നും കണക്കാക്കുന്നത്. പക്ഷേ എന്നിരുന്നാലും ഇന്നും വാല്യൂ ഇൻവെസ്റ്റിംഗ് ആൾക്കാർ ഫോളോ ചെയ്യാറുണ്ട്. പക്ഷേ അത് ഈ രീതിയിലുള്ളൊരു നെറ്റ്വർത്തുള്ള ടൈപ്പ് ആൾക്കാരാണ് ഫോളോ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു എങ്ങനെയാണ് ഇന്നത്തെ കാലത്ത് നമുക്ക് വാല്യൂ ഇൻവെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് സ്റ്റോക്കുകൾ കണ്ടുപിടിക്കാൻ നോക്കാം. അതായത് നമ്മൾ ഇന്ന് മെയിനായിട്ട് നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി യഥാർത്ഥത്തിൽ നമ്മൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അസറ്റിനെ കാട്ടി എത്രയാണോ അവരുടെ കയ്യിൽ അസറ്റുകളുള്ളത്, അവരുടെ ഫിക്സഡ് അസറ്റും അതല്ലെങ്കിൽ മറ്റ് ടാഞ്ചിബിൾ ആയിട്ടുള്ള അസറ്റുകളും എത്രയുണ്ട് അതിനെക്കാട്ടിയും ചെറിയ രീതിയിലുള്ള മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനിൽ നമുക്ക് കമ്പനി കിട്ടുകയാണെങ്കിൽ അത് വെച്ചിട്ടാണ് നമ്മൾ വാല്യൂ പിക്സ് ഐഡൻറ്റിഫൈ ചെയ്യുന്നതെന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ കമ്പനിയുടെ ബുക്ക് വാല്യൂ വെച്ച് കമ്പയർ ചെയ്യും. കമ്പനിയുടെ ബുക്ക് വാല്യൂ എത്രയാണോ ആ ബുക്ക് വാല്യൂവിനെക്കാട്ടി ചെറിയ രീതിയിലൊക്കെ ഉള്ള കമ്പനി കിട്ടുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് നമ്മൾ വാല്യൂ പിക്ക് ആണെന്നൊക്കെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. തിയററ്റിക്കലി അങ്ങനെയാണ് പറയുന്നത്. പക്ഷേ അത് പ്രാക്ടിക്കലി അത്ര കണ്ട് നടക്കത്തില്ല. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമ്പനി
കമ്പനിയുടെ ബുക്ക് വാല്യൂ ഇന്ന് കുറവാണ്, അല്ലെങ്കിൽ ഇന്ന് ഇത്രയാണ് കമ്പനിയുടെ ബുക്ക് വാല്യൂ, നാളെ ഇതിനെക്കാട്ടിയും കുറയാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ നാളെ കമ്പനി ഇതിനെക്കാട്ടിയും നഷ്ടത്തിലോട്ട് പോവുകയാണെങ്കിൽ കമ്പനിയിൽ ഇരിക്കുന്ന അസറ്റുകൾ എടുത്ത് വിൽക്കുകയാണെങ്കിൽ ഇതിനെക്കാട്ടി അസറ്റ് ഡ്രോപ്പ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ അസറ്റ് എന്തെങ്കിലും മാർക്കറ്റ് റെക്കഗ്നൈസ് ചെയ്ത് മേലിലോട്ട് കൊണ്ടുവരും, കമ്പനിയുടെ ഷെയർ പ്രൈസ് അപ്രീഷിയേറ്റ് ആവും എന്ന് പറഞ്ഞ തിയറി അത്ര ഉണ്ടെങ്കിൽ വർക്ക് ചെയ്യത്തില്ല. അപ്പോൾ ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കുന്ന, അല്ലെങ്കിൽ വാല്യൂ ഇൻവെസ്റ്റിംഗ് എന്നുള്ള ഫ്രെയിംവർക്കിൻ്റെ അകത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാഷാണ്. അതായത് കമ്പനിയുടെ ഇടയിൽ ക്യാഷ് എത്രയുണ്ട്, ക്യാഷിൻ്റെ അനുസരിച്ചിട്ട് നമുക്ക് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ നമ്മൾ എത്രയാണ് കൊടുക്കുന്നതെന്നാണ് നമ്മൾ ഇന്ന് മെയിനായിട്ട് നോക്കുന്നത്. കാരണം അറ്റ്ലീസ്റ്റ് ബാക്കിയുള്ള അസറ്റിനെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ നമുക്ക് ഹൈലി ഇൻഫ്ലേറ്റഡ് ആയിട്ടുള്ള അസറ്റുകൾ കാണാറുണ്ട്. ഇപ്പം കമ്പനിയുടെ കുറച്ചധികം ലാൻഡ് ഉണ്ട്, ആ ലാൻഡിൻ്റെ യഥാർത്ഥ വില എത്രയാണെന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല. കാരണം ഒരു ലാൻഡ് എപ്പോഴാണ് വിൽക്കാൻ പോകുന്നതെന്ന് അനുസരിച്ചിരിക്കും. ലാൻഡ് വിൽക്കാൻ പോകുമ്പോഴത്തേക്ക് അവിടെ എന്തെങ്കിലും കേസ് നടക്കുകയാണോ, ഇനി അതല്ലെങ്കിൽ കൊറോണ പോലെ ഒരു സംഭവം വന്നിട്ട് ലാൻഡിൻ്റെ വാല്യൂ മൊത്തം ഇടിഞ്ഞ് തീരുകയാണോ, ഇതൊന്നും നമുക്ക് കൃത്യമായിട്ട് നേരത്തെ തൊട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ലാൻഡ് പോലെയുള്ള അസറ്റുകളെ കാട്ടിയൊക്കെ ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ വില കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാഷാണ്. അതായത് ചില കമ്പനികൾ നമുക്ക് ക്യാഷിന് തത്തുല്യമായിട്ടുള്ള മാർക്കറ്റ് ക്യാപിറ്റലൈസ്, ഇത് ഞാനൊരു എന്താ പറയുക ജസ്റ്റ് വരച്ച് കാണിക്കുന്നത്, ഇവിടെ അതിൻ്റെ എക്സാമ്പിൾ അല്ല കാണിക്കുന്നത്, എക്സാമ്പിളിലോട്ട് നമുക്ക് ഇനി പോകാം. എനിവേ, അപ്പം ക്യാഷിൻ്റെ തത്തുല്യമായിട്ടുള്ള മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനൊക്കെ നമുക്ക് കമ്പനി കിട്ടുകയാണെങ്കിൽ അവിടെ നമുക്ക് അതിൻ്റെ അണ്ടർലൈങ് ബിസിനസ് എന്ന് പറയുന്നത് അട്ടർലി എന്താ പറയുക സീറോ കോസ്റ്റിൽ തന്നെ കിട്ടുകയാണെന്ന് പറയാൻ പറ്റും. ഞാൻ അങ്ങനെ ഒരു കമ്പനി ഇതിന് മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഇഷാൻ ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന ഒരു കമ്പനി എൻ്റെ ട്വിറ്റർ ഹാൻഡിൽ വഴിയിട്ട് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള കുറച്ച് പേർക്കൊക്കെ 5x റിട്ടേൺസ് ഒക്കെ അന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ആ കമ്പനി അന്നൊരു എനിക്ക് തോന്നുന്നു 20 കോടിയുടെ എന്തോ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനാണ് കമ്പനി എന്നത്. ഏകദേശം 18 കോടി രൂപ കമ്പനിയുടെ കയ്യിൽ ക്യാഷ് തന്നെ ഉണ്ട്. അപ്പോൾ ബാക്കി അവരുടെ സെയിൽസ് നടത്തുന്നതും പ്രോഫിറ്റ് കാണിക്കുന്നതും എല്ലാം തന്നെ നമുക്ക് ഓൾമോസ്റ്റ് 2 കോടിയിൽ കിട്ടുകയാണ്. അപ്പോൾ അത് മാർക്കറ്റ് അന്ന് റെക്കഗ്നൈസ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ മാത്രമല്ല മാർക്കറ്റ് റെക്കഗ്നൈസ് ചെയ്യുന്നതിന് വേറെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അതിലോട്ട് നമുക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്കും വരാം. അപ്പോൾ നമ്മളിവിടെ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാഷിനെക്കാട്ടിയും കൂടുതലായിട്ട് അല്ലെങ്കിൽ ക്യാഷിനെക്കാട്ടിയും കുറഞ്ഞ രീതിയിൽ കമ്പനി കിട്ടുക, അല്ലെങ്കിൽ ക്യാഷിനെക്കാട്ടിയും വളരെ മിനിമലിസ്റ്റിക് ആയിട്ട് ചെറിയൊരു പെർസെൻറ്റേജ് മേളിൽ മാത്രമുള്ള മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ നമുക്ക് കമ്പനി കിട്ടുക. ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ കൂടുതലും കമ്പനീസിനെ വാല്യൂ പിക്കായിട്ട് നോക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. കാരണം ഇവിടെ നമ്മൾ ഇനി ഗ്രോത്ത് വരുമോ ഇല്ലയോ ഇതുപോലുള്ള ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. കമ്പനിയുടെ ഇപ്പോൾ ഉള്ള അണ്ടർലൈങ് ആയിട്ടുള്ള ബിസിനസ് നമുക്ക് മാക്സിമം ഡിസ്കൗണ്ട് കിട്ടുക എന്നുള്ള പോയിന്റ് മാത്രമേ നമ്മളിവിടെ നോക്കുന്നുള്ളൂ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു എന്താ പറയുക സ്ക്രീനർ എന്ന് പറയുന്നത് ഈ ക്യാഷ് ഇക്വലൻറ്റ് ഗ്രേറ്റർ ദാൻ 1/2 ഇൻറ്റു മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്ന ഒരു ഫിൽറ്ററാണ്. ഓക്കെ, ഇതിൻ്റെ താഴെ ഞാൻ ബാക്കി കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടേക്കുന്നത് ഇതിൻ്റെ അകത്ത് വരുന്ന നമ്പർ ഓഫ് സ്റ്റോക്സ് കുറയ്ക്കാൻ വേണ്ടി മാത്രമാണ്. ഇതിൻ്റെ അകത്ത് വരുന്ന മെയിൻ സംഭവം ഇത്ര മാത്രമേ ഉള്ളൂ: ക്യാഷ് ഇക്വലൻസ് ഗ്രേറ്റർ ദാൻ 1/2 ഇൻറ്റു മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ. അതായത് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ്റെ പകുതി കൂടുതലെങ്കിലും കമ്പനിയുടെ കയ്യിൽ ക്യാഷ് വേണം. ഇത് മാത്രമാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ബാക്കി ഞാൻ പിന്നീട് സെയിൽസ് 1 കോടിക്ക് മേലെ വേണം, അല്ലെങ്കിൽ സെയിൽസ് ഗ്രോത്ത് എന്ന് പറയുന്നത് ഒരു 1ൻ്റെ മേലെങ്കിലും വേണം, 1% മേലെങ്കിലും വേണം 5 ഇയേഴ്സ് വെച്ച് നോക്കാൻ നേരത്ത്. കണ്ടീജൻ ലയബിലിറ്റീസ് ലെസ് ദാൻ സെയിൽസ് ആയിരിക്കണം. അതേ കണക്ക് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ മിനിമം ഒരു 50 കോടിയെങ്കിലും വേണം. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ വരുന്ന ഈ നമ്പർ ഓഫ് സ്റ്റോക്കുകളുടെ എണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇട്ടേക്കുന്ന ക്രൈറ്റീരിയ മാത്രമാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ സെർച്ച് ചെയ്യാൻ നേരത്ത് നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരുപാട് സ്റ്റോക്കുകൾ കിട്ടുന്നതായിരിക്കും. പക്ഷേ ഇതിൻ്റെ അകത്ത് നമ്മൾ നോക്കാൻ നേരത്ത് ഒരു 80-90% സ്റ്റോക്കുകളും തന്നെ എന്താ പറയുക ഫിനാൻസ് സെക്ടറിൻ്റെ അകത്ത് വരുന്നതായിരിക്കും. അതല്ലെങ്കിൽ അവർ NBFCs ആയിരിക്കും, ബാങ്കുകളായിരിക്കും, അല്ലെങ്കിൽ മറ്റ് അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനികളായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കമ്പനീസിൻ്റെ കയ്യിൽ ക്യാഷ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ വളരെ നോർമൽ ആയിട്ടുള്ള കാര്യമാണ്. കാരണം അവരുടെ ബിസിനസ് എന്ന് പറയുന്നത് ക്യാഷ് എന്താ പറയുക ഡെപ്പോസിറ്റ് എടുക്കുകയും ക്രെഡിറ്റ് കൊടുക്കുന്നതാണ് അവരുടെ മെയിൻ ബിസിനസ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ കയ്യിൽ അവരുടെ ബാലൻസ് ഷീറ്റിൻ്റെ അകത്ത് എപ്പോഴും ക്യാഷ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കമ്പനീസ് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നില്ല. അത് നമുക്ക് വാല്യൂ പിക്കായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്നതല്ല. അതല്ലാതെയുള്ള ബാക്കിയുള്ള ബിസിനസ്സുകൾ നോക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാൻ നേരത്ത് ജസ്റ്റ് ഇതൊക്കെ ഓരോന്നും ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയായിരുന്നു. അല്ലാതെ തന്നെ നിങ്ങൾക്ക് അല്ലാതെ തന്നെ മനസ്സിലാക്കാൻ പറ്റും. കാരണം ഓരോന്നിൻ്റെ പേര് വായിക്കാൻ നേരത്ത് നെറ്റ്വർത്ത് എന്നും അതല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻ്റ് എന്നും ട്രസ്റ്റ് എന്നും പിന്നെ സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ മണി ഇങ്ങനെയൊക്കെ വന്ന ക്യാപിറ്റൽ ഇതുപോലെയുള്ള പേരുകൾ അവരുടെ പേരിൽ തന്നെ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതുപോലുള്ള വാക്കുകൾ പേരിൽ തന്നെ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് മണി റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ് ചെയ്യുന്ന കമ്പനീസാണ്. അങ്ങനെയുള്ള ബിസിനസ്സിന് നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. പിന്നെ അതല്ലാതെ ചില കമ്പനീസ് നമ്മൾക്കിപ്പം കാണാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രൈറ്റ്കോം ഗ്രൂപ്പ് പോലെയുള്ള കമ്പനീസാണ്. പക്ഷേ ഇങ്ങനെയുള്ള കമ്പനീസ് നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കാൻ നേരത്ത് ഇവരുടെ ചാർട്ടർ എന്ന് പറയുന്നത് ലോങ് ടൈം മേജർ ഡൗൺ ട്രെൻഡിലാണ്. പിന്നെ മാത്രമല്ല ഇവരുടെ പ്രൊമോട്ടർ ഗ്രൂപ്പൊന്നും അത്ര ക്രെഡിബിൾ ആയിട്ടുള്ളതല്ല എന്ന് നമുക്കറിയാൻ പറ്റും. കാരണം ഈ വാല്യൂ ഇൻവെസ്റ്റിംഗ് എന്ന് പറഞ്ഞ ഫിലോസഫിക്കകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലൊന്നാണ് ഈ പ്രൊമോട്ടർ ഗ്രൂപ്പിൻ്റെ ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത്. കാരണം ഇവരുടെ കയ്യിൽ ഇപ്പോൾ ക്യാഷ് ഉണ്ട്. ഈ ക്യാഷ് റീറ്റെയിലേഴ്സ് ഇപ്പോൾ നമ്മൾ ഈ കമ്പനിയുടെ വളരെ വലിയ പെർസെൻറ്റേജിൽ ഷെയർ എന്താ പറയുക മേടിച്ചതിന് ശേഷം നമ്മൾ ഇവരുടെ ഇതിൻ്റെ അകത്ത് പോവുകയാണ്, അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ഗ്രൂപ്പിൻ്റെ അകത്ത് പോവുകയാണ്, അല്ലെങ്കിൽ ഇവരുടെ
എന്താ പറയുക, കമ്പനിയുടെ പ്രൊമോട്ടർ ഗ്രൂപ്പിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ മാറുകയാണ്. അതിനുശേഷം അവരുടെ മാനേജ്മെൻറ്റ് എടുക്കുന്ന ഡിസിഷൻസിനെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. നമുക്ക് അതിനെ എന്താ പറയുക, അതിൻ്റെ അകത്ത് പ്രഷർ ചെലുത്തിയിട്ട് ഇത് ഇങ്ങനെയൊക്കെ നിങ്ങൾ ഡിസൈഡ് ചെയ്യണം, ഇങ്ങനെയൊക്കെ നിങ്ങൾ ബിസിനസ്സിനെ ഗ്രോ ചെയ്ത് കൊണ്ടുവരണം, അതല്ലെങ്കിൽ ഇന്ന രീതിയിൽ നിങ്ങൾ ക്യാഷ് ഡിവിഡൻ്റായിട്ട് കൊടുക്കണം, ക്യാഷ് വെളിയിലോട്ട് ഔട്ട് ചെയ്യണം എന്നൊക്കെ പറയാനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ ഓക്കെ, എന്നാൽ നിങ്ങൾ പ്രൊമോട്ടർ ഗ്രൂപ്പിൻ്റെ ക്രെഡിബിലിറ്റിനെ വലുതായിട്ട് നോക്കേണ്ട കാര്യമില്ല. പക്ഷേ അതേ സമയത്ത് നമ്മളൊരു ചെറിയ ഇൻവെസ്റ്റർ എന്ന രീതിയിൽ ചിന്തിക്കാൻ നേരത്ത് നമ്മൾ ഇതിൻ്റെ അകത്ത് ആ രീതിയിലൊന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമുക്ക് പ്രൊമോട്ടർ ഗ്രൂപ്പിൻ്റെ ക്രെഡിബിലിറ്റി ഉറപ്പായിട്ട് നോക്കേണ്ടി വരും. കാരണം നമ്മൾ ഈ കാണുന്ന ക്യാഷ് നാളെയും ഇവിടെ തന്നെ ഉണ്ടാവുമെന്ന് നമുക്ക് വലിയ ഉറപ്പൊന്നുമില്ല. ഇതൊക്കെ ആക്ച്വലി ഇവർ ബിസിനസ് നടത്താൻ ഉപയോഗിക്കുമോ, അതല്ലെങ്കിൽ ഇവർ വേറെ ഏതെങ്കിലും ഒരു കമ്പനി വഴിയിട്ടോ എന്തെങ്കിലും ചെയ്തിട്ടോ ഒക്കെ ഇവരുടെ തന്നെ പോക്കറ്റിലോട്ട് കൊണ്ടുവരാനുള്ള ചാൻസ് എന്നൊക്കെ പറയുന്നത് വളരെയധികം കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രൊമോട്ടർ ഗ്രൂപ്പിൻ്റെ ക്രെഡിബിലിറ്റി എന്ന് പറഞ്ഞാൽ വലിയൊരു ഫാക്ടറായിട്ട് വരും. അപ്പോൾ അങ്ങനെ വരാൻ നേരത്ത് നമുക്ക് ഈ ബ്രൈറ്റ്കോം ഗ്രൂപ്പ് പോലെയുള്ള കമ്പനീസിനെ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടി വരും. കാരണം അവിടെ നമുക്ക് ഈ ഷെയർ ഹോൾഡ് അല്ലെങ്കിൽ എന്താ പറയുക, ഷെയറിൻ്റെ ചാർട്ട് കാണാൻ തന്നെ ഏകദേശം നമുക്കൊരു ഐഡിയ കിട്ടുന്നതായിരിക്കും. ഇവർ ലോങ് ടൈമിൻ്റെ അകത്ത് ഇവർ വലിയ വെൽത്തൊന്നും ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നില്ല, അല്ലെങ്കിൽ ഇവർ ലോങ് ടൈമിൻ്റെ അകത്ത് ഷെയർ ഹോൾഡർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കാനുള്ള ചാൻസ് വളരെ കുറവാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം നമ്മളെപ്പോഴും ഒരു ലോങ് ടൈം ചാർട്ട് കാണാൻ നേരത്ത് ഇത്ര കണ്ട് വലിയൊരു സൈഡ് വേസ് ട്രെൻഡ് അല്ലെങ്കിൽ ഇത്ര കണ്ട് വലിയൊരു മേജർ ഡൗൺ ട്രെൻഡ് ഒക്കെ കാണാൻ നേരത്ത് നമ്മൾ ഓർക്കേണ്ട, വളരെ സിമ്പിളായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇത്ര കണ്ട് വലിയ വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ 10 വർഷം 20 വർഷമായിട്ട് ഇവർ മാർക്കറ്റിൻ്റെ അകത്ത് ഒന്നും ചെയ്തിട്ടില്ല. അവരുടെ ഷെയർ പ്രൈസ് മേളിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടോ അവരുടെ ഇൻവെസ്റ്റേഴ്സിന് വെൽത്ത് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടോ അവരൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്ന് വരെ ഒന്നും ചെയ്യാത്ത ഒരാൾ നാളെ എനിക്ക് വേണ്ടിയിട്ട് ഇവർ എന്ത് ചെയ്യാൻ പോകുന്നു, ഞാൻ മേടിച്ചു എന്ന് കരുതിയിട്ട് ഇവർ എന്ത് ചെയ്യാൻ പോകുന്നു. അപ്പോൾ അതുകൊണ്ട് ആ ഒരു റിസ്ക് നമുക്ക് ഒരിക്കലും എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള ഷെയർസ് നമ്മൾ ജസ്റ്റ് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നമ്മൾ താഴോട്ട് വരാൻ നേരത്ത് വേറെ കമ്പനീസ് ഏതെങ്കിലുമൊക്കെ ഉണ്ടാവും നോക്കാൻ നേരത്ത് നമുക്കിതുപോലെ ടെക്നോളജി, എൽനെറ്റ് ടെക്നോളജി എന്ന് പറഞ്ഞ ഇവിടെ ഒരു കമ്പനിയുടെ പേര് കാണുന്നുണ്ട്. പിന്നെ അതേ കണക്ക് തന്നെ മാംഗ്ലൂർ കെമിക്കൽസ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ പേര് കാണുന്നുണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഒരു എന്താ പറയുക, ഫിനാൻസ് സെക്ടറിൻ്റെ അകത്ത് വരുന്ന കമ്പനീസ് അല്ലാത്ത പേരുകൾ മാത്രം ജസ്റ്റ് പറയുകയാണ്. ഇപ്പോൾ കെമിക്കൽ എന്ന് കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അത് ഫിനാൻസ് സെക്ടറിൻ്റെ അകത്ത് വരുന്നതല്ലാന്ന്. പിന്നെ VMS ഇൻഡസ്ട്രീസ്, സുവാരി ഇൻഡസ്ട്രീസ്, ഇതുപോലുള്ള കുറച്ച് കമ്പനീസ് നമുക്ക് പേര് വെച്ചിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കമ്പനീസ് നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഒന്നാമത്തെ കാര്യം നമുക്ക് ചില കെമിക്കൽ കമ്പനീസ് ഇതിൻ്റെ അകത്ത് വരുന്നതായിരിക്കും. കെമിക്കൽ കമ്പനീസ് സൈക്ലിക്കൽ സെക്ടറാണ്. സൈക്ലിക്കൽ സെക്ടറിൻ്റെ അകത്തുള്ള കമ്പനീസ് നമുക്ക് വാല്യൂ പിക്കായിട്ട് കിട്ടുന്നതാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഹൈലി എന്താ പറയുക, സൂപ്പർ വാല്യുവേഷനാണ്. കാരണം ഇവിടെ നമ്മൾ നോക്കുക, കമ്പനിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് എത്ര 1264 കോടിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനിലാണ് നമുക്ക് കമ്പനി കിട്ടുന്നത്. ക്യാഷ് എന്ന് പറയുന്നത് എത്രയാണ്, 960 കോടി രൂപ ക്യാഷ് ഉണ്ട്. അപ്പോൾ ആക്ച്വലി കമ്പനിയുടെ വില അല്ലെങ്കിൽ കമ്പനി നമുക്ക് ഇവിടെ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ വെറും 300 കോടി രൂപയുടെ വാല്യുവേഷനിലാണ് കിട്ടുന്നത്. 300 കോടി രൂപയ്ക്ക് നമുക്ക് ഇതൊരു കമ്പനി കിട്ടുകയാണ്. അതിൻ്റെ ആ കമ്പനിയുടെ സെയിൽസ് എന്ന് പറയുന്നത് എത്രയാണ്, കമ്പനിയുടെ സെയിൽസ് എന്ന് പറയുന്നത് 4000 കോടിയുടെ സെയിൽസ് കിടക്കുകയാണ്. അല്ലെങ്കിൽ കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് തന്നെ ഈ ഒരു TTMൽ നമ്മൾ നോക്കാൻ നേരത്ത് 468 കോടിയുടെ സെയിൽസ് ഉണ്ട്. കമ്പനിയുടെ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് നോക്കാൻ നേരത്ത് പോലും അതും 325 കോടിയുണ്ട്. അപ്പോൾ നമുക്ക് 300 കോടി രൂപയ്ക്ക് കമ്പനിയുടെ ഈ വർഷത്തെ പ്രോഫിറ്റ് ബിഫോർ ടാക്സിനെ കാട്ടിയും ചെറിയ വാല്യൂവിലാണ് കമ്പനി കിട്ടുന്നത്. അപ്പോൾ ഇവിടെ കാണുന്ന ഈ ഒരു PE എന്ന് പറയുന്ന 5ൻ്റെ PE കാണുന്നെങ്കിൽ പോലും ആക്ച്വലി നമുക്ക് കമ്പനി കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 പോയിൻറ്റ് സംതിങ്ങിൻ്റെ PEയിലാണ് നമുക്ക് കമ്പനി കിട്ടുന്നത്. അപ്പോൾ ഇത്ര കണ്ട് ഹെവി വാല്യുവേഷനിലൊക്കെയാണ് നമുക്ക് കമ്പനി കിട്ടുന്നത്. അല്ലെങ്കിൽ എന്ന് വെച്ചാൽ വളരെ ലോ വാല്യുവേഷനിലാണ് നമുക്ക് കമ്പനി കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കമ്പനീസിനെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ ഡൗൺ സൈഡ് പൊട്ടൻഷ്യൽ വളരെ കുറവായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എന്തൊക്കെ നെഗറ്റീവ് ഫാക്ടർ വന്നെന്ന് പറഞ്ഞാൽ ഈ കമ്പനിയുടെ ഷെയർ പ്രൈസ് ഇന്ന് ഇടിയാണെന്ന് വിചാരിച്ചു, ഇടിഞ്ഞിട്ട് എത്ര വരെ ഇടി, ഇപ്പോൾ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത് 1264 കോടി, മാക്സിമം പോയി കഴിഞ്ഞാൽ 960 കോടി വരെ ഇടിയുക. അതിൽ കൂടുതൽ ഇടിഞ്ഞു കഴിഞ്ഞാലും തിരിച്ചെപ്പോഴെങ്കിലും ഇത് കയറി അതിലോട്ട് വന്നേ പറ്റുള്ളൂ. കാരണം കമ്പനിയുടെ ക്യാഷ് തന്നെ അത്രയുണ്ട്. അതായത് നിങ്ങൾക്ക് ഇന്ന് ഞാനൊരു പെട്ടി തരികയാണ്, ആ പെട്ടിക്കകത്ത് 100 രൂപയുണ്ട്, നിങ്ങൾ ഇന്ന് എൻ്റെ കയ്യിൽ നിന്ന് എന്താ പറയുക ഒരു നിങ്ങൾക്ക് ആ പെട്ടി 100 രൂപയുള്ള ഒരു പെട്ടി ഞാൻ തിരിച്ച് 100 രൂപയ്ക്ക് തന്നെ തരികയാണ്. നിങ്ങൾ ആ പെട്ടി ഇനി വേറെ ആർക്കെങ്കിലും അത് 90 രൂപയ്ക്ക് വിറ്റാലും 80 രൂപയ്ക്ക് വിറ്റാലും അതിൻ്റെ അകത്ത് 100 രൂപയുടെ വില ഉള്ളിടത്തോളം കാലം ആ പെട്ടിയുടെ വില എന്തെങ്കിലും 100 ആണെന്ന് ആൾക്കാർ ഒരു സമയത്ത് തിരിച്ചറിയുക തന്നെ ചെയ്യും. അപ്പോൾ ആ രീതിയിൽ ഷോർട്ട് ടൈമിൽ മാർക്കറ്റിൻ്റെ അകത്ത് വരുന്ന സെൻറ്റിമെൻറ്റ്സ് കാരണം ഇതൊക്കെ ഇടിഞ്ഞ് താഴോട്ട് പോയാലും അറ്റ്ലീസ്റ്റ് ഇത്ര വരെയെങ്കിലും എത്താനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കമ്പനീസ് നമുക്ക് എടുക്കാൻ പറ്റുന്ന എപ്പോഴാണ്, ഇപ്പോൾ എടുക്കാമോ? ഇപ്പോൾ എടുത്തു കഴിഞ്ഞാൽ ആക്ച്വലി കെമിക്കൽ സെക്ടറിൻ്റെ അകത്തൊരു അപ് ട്രെൻഡ് വന്നാൽ മാത്രമേ ഇതിൻ്റെ അകത്തൊരു വാല്യൂ അൺലോക്കിംഗ് വരത്തുള്ളൂ. കാരണം ഇതിൻ്റെ അകത്തൊരു നേരത്തെ പറഞ്ഞ പെട്ടിക്കകത്ത് 100 രൂപ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം, പക്ഷേ അത് നിങ്ങൾ മാത്രം അറിഞ്ഞിട്ട് കാര്യമില്ല, മാർക്കറ്റ് മൊത്തം റെക്കഗ്നൈസ് ചെയ്യണം, എന്നാൽ മാത്രമേ അതിൻ്റെ അകത്തൊരു വാല്യൂ അൺലോക്കിംഗ് വരത്തുള്ളൂ. അപ്പം ഇതിൻ്റെ അകത്തുള്ള ഈ ഒരു 960 കോടി രൂപയ്ക്ക് വാല്യുവേഷൻ കമ്പനിയിലുണ്ടെന്ന് മാർക്കറ്റിന് അറിയാം, പക്ഷേ അതിൽ കാര്യമില്ല. കമ്പനിയുടെ ബാക്കിയുള്ള ഈ ഒരു ബിസിനസ്സിൻ്റെ അകത്തൂടെ ഗ്രോത്ത് വന്നാൽ മാത്രമേ ഇതിൻ്റെ അകത്ത് എന്ത് പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാല്യൂ അൺലോക്കിംഗ് നടക്കത്തുള്ളൂ. അപ്പോൾ അത് കെമിക്കൽ സെക്ടറിൻ്റെ അകത്ത് സൈക്ലിക്കലായിട്ടുള്ള ചില പർട്ടിക്കുലർ ടൈമിൽ മാത്രമേ വരത്തുള്ളൂ. കാരണം ഇപ്പം നിങ്ങൾ നോക്കുക, ഈ സെയിം കമ്പനിക്ക് 2012 ഏകദേശം 3700 കോടിയുടെ സെയിൽസ് ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ ഏകദേശം
12 വർഷത്തിന് ശേഷം ഇപ്പം നോക്കാൻ നേരത്തും ആ സെയിൽസിൽ വലിയ രീതിയിലുള്ള ഗ്രോത്ത് ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഇത്ര ചെറിയ ഗ്രോത്ത് മാത്രമുള്ള സെയിൽസ് ഉള്ള കമ്പനി ആയതുകൊണ്ടാണ് മാർക്കറ്റ് ഇപ്പോഴും ഇതിനെ എത്ര കണ്ട് ലോവർ വാല്യുവേഷനിൽ നിലനിർത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ വാല്യൂ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് വളരെയധികം സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം വാല്യൂ സ്റ്റോക്ക് എന്ന് പറയുന്നത് നമുക്ക് ഇതേ കണക്ക് സ്ക്രീനർ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ അകത്ത് വാല്യൂ റീറേറ്റിംഗ് സംഭവിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും ടഫ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ ഒരു കമ്പനിക്കകത്ത് അധികം കാണത്തില്ല. പക്ഷേ ഇവിടെ നമുക്ക് എപ്പോഴൊക്കെ എൻട്രി എടുക്കാൻ പറ്റും, ഇത് ഒരു ബെയർ മാർക്കറ്റ് വരുന്നു, ആ ബെയർ മാർക്കറ്റിൻ്റെ സമയത്ത് നമുക്ക് ഈ കമ്പനി ഈ ക്യാഷിനെക്കാട്ടിയും ഒരുപാട് താഴോട്ട് പോവുകയാണ്, അല്ലെങ്കിൽ ഈ കമ്പനി നമുക്കിപ്പോൾ ഒരു 500 കോടിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനിലോട്ട് വന്നിട്ടാണ്, അങ്ങനെ കിട്ടാൻ നേരത്ത് ഉടനെ ഒന്നും നോക്കാതെ നമുക്ക് എൻട്രി എടുക്കാൻ പറ്റും. കാരണം എപ്പോഴായാലും ഇത് ഈ പറഞ്ഞിട്ടുള്ള 960 കോടിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനോട്ട് അല്ലെങ്കിൽ ആ ക്യാഷിന് ഈക്വൽ ആയിട്ടുള്ള ഒരു മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ അതിന് എന്നായാലും മേലിലോട്ട് കയറി വന്നേ പറ്റത്തുള്ളൂ. അത് മാർക്കറ്റ് പെട്ടെന്ന് തന്നെ റെക്കഗ്നൈസ് ആയിരിക്കും. അപ്പോൾ ആ രീതിയിലൊക്കെ വേണം നമ്മൾ ഈ രീതിയിലുള്ള എന്താ പറയുക വാല്യൂ ഇൻവെസ്റ്റ്മെൻറ്റുകളെയൊക്കെ നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഈ ഫ്രെയിം വർക്ക് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ടൊരു ബെയർ മാർക്കറ്റിൻ്റെ ബോട്ടത്തിലാണ്. ഞാൻ ഇപ്പോൾ ഈ സ്റ്റോക്കുകളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ഫ്രെയിം വർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും ഈ ഒരു സ്ക്രീനർ നിങ്ങളുടെ സ്ക്രീനിങ് ലിസ്റ്റിലോട്ട് സേവ് ചെയ്തിടാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഞാൻ ഇന്ന് ഇത് സംസാരിക്കുന്നത്. ഈ ഒരു ഫ്രെയിം വർക്കും കൊണ്ട് ഇന്ന് നമ്മൾ ഈ ഒരു ബുൾ മാർക്കറ്റിൻ്റെ ടോപ്പിൽ പോയിട്ട് നമ്മൾ സ്റ്റോക്കുകൾ നോക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല സ്റ്റോക്കുകൾ ഒരിക്കലും തന്നെ കിട്ടത്തില്ല. കിട്ടുന്നതൊക്കെ ഇതേ കണക്കുള്ള സൈക്ലിക്കൽ സ്റ്റോക്കുകളൊക്കെ ആയിരിക്കും. അതുപോലും നല്ല വാല്യുവേഷനിലല്ല കിട്ടുന്നത്. പക്ഷേ നമ്മളൊരു ബെയർ മാർക്കറ്റിൻ്റെ ബോട്ടത്തിൽ നോക്കാൻ നേരത്ത് നമുക്ക് ഇതേപോലെയുള്ള ഒരുപാട് വാല്യൂസ് പിക്കുകൾ നമുക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് പൊസിഷൻസ് ബിൽഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നമ്മളിവിടെ നോക്കുന്നതെന്ന് പറഞ്ഞാൽ ക്യാഷിനെ കാട്ടി ഒരുപാട് താഴോട്ടുള്ള കമ്പനീസ് കിട്ടുകയാണെങ്കിൽ അത് നല്ലതായിട്ട് നമ്മൾ കണക്കാക്കാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റോക്ക് എന്ന് പറയുന്നത് എൽനെറ്റ് ടെക്നോളജീസ് ആണ്. എൽനെറ്റ് വരാൻ നേരത്ത് ഇവിടെ നിങ്ങൾ നോക്കുക, മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത് 138 കോടിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ. അതിൻ്റെ ക്യാഷ് ഇക്വലൻസ് നോക്കുകയാണെങ്കിൽ ഏകദേശം 107 കോടിയുടെ ക്യാഷ് ഇക്വലൻസ് ഉണ്ട്. അപ്പോൾ ആക്ച്വലി നമുക്ക് കമ്പനി കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 30-31 കോടി രൂപയ്ക്കാണ് കമ്പനി മൊത്തത്തിൽ കിട്ടുന്നത്. അതായത് ബാക്കിയെല്ലാം ക്യാഷിന് വേണ്ടി കൊടുക്കുന്നതാണ്. ക്യാഷ് എന്ന് പറയുന്നത് ഓക്കെ, അത് നമ്മൾ എത്രയാണ് കൊടുക്കുന്നത് അത്ര തന്നെ അവിടെ ഉണ്ട്. ബാക്കി നമുക്ക് എന്താ പറയുക, നമ്മുടെ ഇതിൻ്റെ ആക്ച്വലി ബിസിനസ്സിന് വേണ്ടി പേ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും 30-31 കോടി രൂപയാണ്. അപ്പോൾ ഇവിടെ പി നമുക്ക് ഇപ്പോൾ 8 കാണുന്നുണ്ടെങ്കിലും ആ 30-31 കോടി വെച്ചിട്ട് നമ്മൾ പീനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നേരത്ത് നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ അത്ര കണ്ട് വലിയൊരു പി അല്ല. ഏകദേശം ഇപ്പോൾ ഉള്ള TTM ബേസിലുള്ള കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 16 കോടിയാണ്. അപ്പം 16 കോടിയുടെ 2 ഇരട്ടി, അതായത് ഏകദേശം 30-32 കോടി എന്ന് പറയുമ്പോഴത്തേക്ക് 2ൻ്റെ പിയിലാണ് നമുക്ക് കമ്പനി കിട്ടുന്നത്. അപ്പോൾ കമ്പനി ഇപ്പം നമുക്ക് വെറും 2 ടൈംസിൻ്റെ പിയിലാണ് ആക്ച്വലി നമുക്ക് കമ്പനി കിട്ടുന്നത്. അപ്പോൾ ഇതേ കണക്കുള്ള വാല്യൂ പിക്സ്. അതിൻ്റെ ഇവിടെ നമ്മൾ സെയിൽസ് നോക്കുക, ഇതൊരു അത്ര കണ്ടൊരു സൈക്ലിക്കലായിട്ടുള്ള ഒരു കമ്പനി അല്ല. ഇവിടെ നമ്മൾ സെയിൽസിൻ്റെ ഗ്രോത്ത് നോക്കാൻ നേരത്ത് സെയിൽസ് ഏകദേശം 2012 17 കോടിയുടെ സെയിൽസ് അതിൻ്റെ ഗ്രോ ചെയ്തിട്ട് ഇപ്പോൾ ഏകദേശം 27 കോടി രൂപയുടെ സെയിൽസ് ആയിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്തും നമുക്ക് ചെറിയ രീതിയിലുള്ള സൈക്ലിക്കാലിറ്റി എലമെൻ്റ് ഒക്കെ കാണുന്നുണ്ട്. മാർജിൻസ് നോക്കാൻ നേരത്തെ ഏകദേശം 52% മാർജിൻസിൽ നിന്ന് 73% മാർജിൻസ് വരെ പോയിട്ടുണ്ട്. ഇപ്പം വീണ്ടും കുറഞ്ഞ 65% മാർജിനിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയെന്ന് പറഞ്ഞാൽ കമ്പനി നമുക്ക് വളരെ ചീപ്പായിട്ടുള്ള വാല്യുവേഷനിലാണ് കിട്ടുന്നതെങ്കിൽ കൂടെ നമുക്ക് അത്ര കണ്ട് നല്ലൊരു സെയിൽസ് ഗ്രോത്തോ അല്ലെങ്കിൽ പ്രോഫിറ്റ് ഗ്രോത്തോ ഒന്നും തന്നെ ഇപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ വേണ്ടി കിട്ടുന്നില്ല. അപ്പോൾ അതൊരു പ്രോബ്ലമാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രോബ്ലം ഇല്ലാത്ത കമ്പനീസാണ് നമ്മളിവിടെ നോക്കുന്നത്. പ്രൊമോട്ടർ ഹോൾഡിങ്ങും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അറ്റ്ലീസ്റ്റ് 50% പ്രൊമോട്ടർ ഹോൾഡിംഗ് നോക്കണം. ഇപ്പോൾ പ്രൊമോട്ടർ ഹോൾഡിംഗ് ഇവിടെ വരാൻ നേരത്ത് ഓൾമോസ്റ്റ് 52% സംതിങ് ഉണ്ട്. അപ്പോൾ അത് കുഴപ്പമില്ലാത്തൊരു പ്രൊമോട്ടർ ഹോൾഡിംഗ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കമ്പനീസ് നിങ്ങൾ നോക്കി വയ്ക്കുക. ഒന്ന് നമുക്കിതിൻ്റെ ഇപ്പോൾ ഉള്ള ഈ ഒരു ക്യാഷ് ലെവലിനെ കാട്ടി ഇപ്പോൾ ഇതൊരു 40% ഒക്കെ ഇടിയാണെങ്കിൽ ഇത് നമുക്ക് ക്യാഷിന് തുല്യമായിട്ടുള്ള ലെവലിൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആ സമയത്ത് നമുക്ക് ഇതിൻ്റെ പറയാം, ഇതിൻ്റെ അകത്തുള്ള ബിസിനസ് എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയുക 0 വാല്യൂഷനിലാണ് ബിസിനസ് കിട്ടുന്നത്. ക്യാഷ് മാത്രമേ നമ്മൾ പേ ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ ഈ രീതിയിലാണ് ആക്ച്വലി വാല്യൂ ഇൻവെസ്റ്റിംഗ് വർക്ക് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ അകത്തുള്ള ആക്ച്വലി ഉള്ള പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രോബ്ലംസ് എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് വാല്യൂ ഉണ്ടെങ്കിൽ പോലും മാർക്കറ്റ് ഇത് റെക്കഗ്നൈസ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ അകത്തൊരു ട്രിഗർ വരണം. ഒരു ട്രിഗർ, ആ ട്രിഗർ എന്തായിരിക്കും? ട്രിഗർ പല ടൈപ്പിലുള്ള ന്യൂസ് ആയിരിക്കും. ഒന്നാമത്തെ ട്രിഗർ എന്ന് പറഞ്ഞാൽ ഇന്ന കമ്പനിക്കകത്ത് ഇന്ന ഡീൽ അനൗൺസ് ചെയ്തു, അല്ലെങ്കിൽ ഇന്ന കമ്പനിക്കകത്ത് ഇന്ന ആൾ പൊസിഷൻ ബിൽഡ് ചെയ്തു, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും ഒരു ന്യൂസ് അനൗൺസ് ചെയ്തു, ഒരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ന്യൂസ് വരണം. എന്നാൽ മാത്രമേ ഇതിൻ്റെ അകത്തുള്ള ഒരു വാല്യൂ അൺലോക്കിംഗ് നടക്കത്തുള്ളൂ. ഇനി ചിലപ്പോൾ ഒരു ടെയിൽ വിൻഡ് വരുന്നതായിരിക്കും. ഇന്ന് വരെ മാർക്കറ്റിൻ്റെ ഫേവറിലില്ലാത്ത ഒരു ഇൻഡസ്ട്രിക്കകത്ത് ഒരു ടെയിൽ വിൻഡ്, ഗവൺമെൻറ് എന്തെങ്കിലും ഈ ഒരു ഇൻഡസ്ട്രീനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു ടെയിൽ വിൻഡ് അനൗൺസ് ചെയ്യുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ഒരു പാക്കേജ് അനൗൺസ് ചെയ്യുമ്പോഴത്തേക്ക് അത് കാരണം ആ ഇൻഡസ്ട്രിക്ക് ഒരു പുഷ് കിട്ടുന്നു. അതിനെ നമ്മൾ ടെയിൽ വിൻഡ് എന്ന് പറയുന്നു. ആ ടെയിൽ വിൻഡ് കാരണം ആ ഒരു ഇൻഡസ്ട്രിയിലുള്ള കമ്പനീസ് എല്ലാം ഫോക്കസിലോട്ട് വരികയും ആ കമ്പനീസിൻ്റെ അകത്ത് റണ്ണപ്പ് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ആ രീതിയിലൊക്കെ നമുക്ക് വാല്യൂ അൺലോക്ക് ചെയ്യപ്പെടാം. ഇനി അതല്ലെങ്കിൽ കമ്പനിക്കകത്ത് എന്ത് വരണം? ഗ്രോത്ത് വരണം. ഗ്രോത്ത് വരികയാണെങ്കിൽ ഒബിയസ്ലി അത് പല ഇൻവെസ്റ്റേഴ്സിൻ്റെയും സ്ക്രീനറിൻ്റെ അകത്ത് വരും. അങ്ങനെ അവർ റെക്കഗ്നൈസ് ചെയ്യും. ഒബിയസ്ലി അത് മാർക്കറ്റിൻ്റെ അകത്ത് എല്ലാവരുടെ ഇടയിലും ഫേമസ് ആവുന്നതായിരിക്കും. അപ്പോൾ ഗ്രോത്ത് വരണം. ഗ്രോത്ത് വരണമെങ്കിൽ ചിലപ്പോൾ മാനേജ്മെൻറ്റ് അവരുടെ ബിസിനസ് തന്നെ മൊത്തത്തിൽ
ടേൺ അറൗണ്ട് ചെയ്യുന്നതായിരിക്കാം, ചിലപ്പോൾ അവർ മാനേജ്മെൻറ്റ് തന്നെ ചേഞ്ച് ചെയ്യുന്നതായിരിക്കും. ഇങ്ങനെ പല കാര്യങ്ങൾ സംഭവിച്ചാൽ മാത്രമേ നമുക്ക് ഗ്രോത്ത് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മളിവിടെ വാല്യൂ ഇൻവെസ്റ്റിംഗ് ഈ രീതിയിൽ കമ്പനിയിൽ എന്തെങ്കിലുമൊക്കെ ടേൺ അറൗണ്ടൊക്കെ സംഭവിച്ച് കഴിയുമ്പോഴത്തേക്കും പിന്നെ നമുക്കിത് വാല്യൂ പിക്ക് ആയിരിക്കത്തില്ല, പിന്നെ നമുക്കിത് ലോവർ വാല്യൂഷനിൽ കിട്ടത്തില്ല. ഇതൊക്കെ സംഭവിക്കുന്നതിന് മുമ്പേ മാത്രമേ നമുക്കിതൊക്കെ ഈ രീതിയിലുള്ള ചീപ്പായിട്ടുള്ള വാല്യൂഷനിൽ കിട്ടത്തുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ആക്ച്വലി വാല്യൂ ഇൻവെസ്റ്റേഴ്സ് ഇതിൻ്റെ അകത്ത് പൊസിഷൻ ബിൽഡ് ചെയ്യുന്നത്? അവർ ഇതിൻ്റെ അകത്തൊക്കെ ഓവർ ഡൈവേഴ്സിഫൈ ചെയ്യും. അതായത് ഒരേ സമയം തന്നെ അവരുടെ പോർട്ട്ഫോളിയോക്കകത്ത് 20, 30, 40, 50 കമ്പനീസ് അവർ ഹോൾഡ് ചെയ്യും. ഇതിൻ്റെ അകത്ത് ഏതെങ്കിലുമൊക്കെ കമ്പനീസിൽ എങ്ങനെയെങ്കിലുമൊക്കെ ടേൺ അറൗണ്ട് വന്നിട്ട് ആ സ്റ്റോക്കുകൾ പെർഫോം ചെയ്യും. ബാക്കിയുള്ള സ്റ്റോക്കുകളുടെ അകത്ത് അവർക്ക് ഡൗൺ സൈഡ് പൊട്ടൻഷ്യൽ വളരെ കുറവായതുകൊണ്ട് അത് വളരെ ലോങ് ടൈമിൽ ഹോൾഡ് ചെയ്തതിന് ശേഷം എപ്പോഴെങ്കിലുമൊക്കെ അത് വാല്യൂ പ്ലേ ഓഫ് ചെയ്യുന്നില്ലെന്ന് കരുതിയിട്ട് അവർ വിറ്റ് കളയാറൊക്കെയാണ് പതിവ്. അല്ലെങ്കിൽ പിന്നീട് അതിൻ്റെ അകത്ത് വാല്യൂ കാണുന്നില്ല, അത് ക്യാഷിൻ്റെ ലെവൽസൊക്കെ കുറഞ്ഞൊക്കെ വരുന്നുണ്ടെങ്കിൽ അവർ അതിൻ്റെ അകത്ത് നിന്ന് എക്സിറ്റ് ചെയ്യാറാണ് പതിവ്. ഇങ്ങനെയൊക്കെയാണ് അവർ ഇത് ഈ ഒരു റിസ്ക് മിറ്റിഗേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഓർക്കേണ്ട ഒരു കാര്യം, വാല്യൂ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്, പക്ഷേ ഈ വാല്യൂ അൺലോക്ക് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ വളരെയധികം ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മാനേജ്മെൻറ്റിൻ്റെ ക്രെഡിബിലിറ്റി നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഉണ്ട്. പിന്നെ മാത്രമല്ല ഈ ബിസിനസ് ഫെയിലായി പോകുന്നതിൻ്റെ റിസ്ക്. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ പല കമ്പനീസിലും അത്യാവശ്യം സെയിൽസ് ഇപ്പോൾ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ സെയിൽസ് ഉള്ള കമ്പനീസിനെയാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇനി കമ്പനീസിൻ്റെ സെയിൽസ് പതുക്കെ കുറയുകയാണ്. സെയിൽസ് കുറയാൻ നേരത്ത് കമ്പനിക്ക് ഓൾറെഡി കുറച്ചൊക്കെ കടമൊക്കെ ഉണ്ടെങ്കിൽ ആ കടത്തിൻ്റെ ഇൻട്രസ്റ്റ് കോസ്റ്റൊക്കെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ ഈ ക്യാഷ് എടുത്ത് ഉപയോഗിക്കുന്നതായിരിക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നു, കമ്പനി പതുക്കെ അവരുടെ ക്യാഷ് നശിച്ച് പോകുന്നതായിരിക്കാം. ബാക്കി ഇവരുടെ അസറ്റുകൾ ഇവർ ഡൈല്യൂട്ട് ചെയ്യുന്നതായിരിക്കും. ഈ രീതിയിൽ പതുക്കെ ഒരു വാല്യൂ പിക്ക് അല്ലാതായി മാറും. അപ്പോൾ ഈ രീതിയിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ബിസിനസിൻ്റെ ഫെയിലിയർ എന്ന് പറയുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. അത് കാരണവും ഇതൊരു വാല്യൂ പിക്ക് അല്ലാതായിട്ട് മാറുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് കവർ ചെയ്യാൻ ഉദ്ദേശിച്ച പോയിന്റുകൾ എന്ന് പറയുന്നത്. ഈ സ്ക്രീനർ ഈ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ ഒരു സെക്കൻഡ് ഈ കുറച്ച് ക്രൈറ്റീരിയാസ് നിങ്ങൾ സേവ് ചെയ്ത് വെച്ചേക്കുക. ഈ ഒരു മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഗ്രേറ്റർ ദാൻ 50 വേണമെന്ന് പറയുന്നത് അത്രാണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടർ അല്ല. പിന്നെ ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ കാണിക്കാൻ വേണ്ടിയിട്ട് സ്റ്റോക്കുകളുടെ എണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നതാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു 10, 20 ഒക്കെ വേണമെങ്കിൽ കൊടുക്കാവുന്നതാണ്. അപ്പം സ്റ്റോക്കുകളുടെ എണ്ണം എന്ന് പറയുന്നത് കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ വ്യത്യാസം. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഓരോന്നോരോന്നിട്ട് ഓപ്പൺ ചെയ്തെല്ലാം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കേണ്ടി വരും. എന്നാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് വാല്യൂ പിക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഉള്ള ഏതെങ്കിലും വാല്യൂ പിക്ക് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം നമ്മളിപ്പോൾ ഒരു ബുൾ മാർക്കറ്റിൻ്റെ ടോപ്പിലാണ്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുൾ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബുൾ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എക്സസീവ് ആയിട്ടുള്ള ലിക്വിഡിറ്റി ഫ്ലോ നടക്കുന്നതിനാണ് നമ്മൾ ബുൾ മാർക്കറ്റ് എന്ന് പറയുന്നത്. എല്ലാവരുടെയും സ്റ്റോക്ക് മേടിക്കാനായിട്ട് പൈസ ഉണ്ട്. അതായത് കമ്പനീസ് എല്ലാം ഗ്രോ ചെയ്യുന്നു, രാജ്യത്തിൻ്റെ GDP കൂടുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് കഥകളുണ്ടെങ്കിൽ തന്നെയും മാർക്കറ്റിൻ്റെ അകത്ത് ഷെയർസ് മേലോട്ട് പോകണമെങ്കിൽ ആൾക്കാരുടെ കയ്യിൽ ഷെയർ മേടിക്കാനുള്ള പൈസ ഉണ്ടായിരിക്കണം. അതിനെയാണ് നമ്മൾ ലിക്വിഡിറ്റി ഫ്ലോ എന്ന് പറയുന്നത്. അത് റീറ്റെയിലേഴ്സിൻ്റെ അകത്ത് ഉണ്ടായിരുന്നാലും മതി, FIയുടെ കയ്യിലുണ്ടായിരുന്നാലും മതി, അതല്ലെങ്കിൽ DIയുടെ കയ്യിലുണ്ടായിരുന്നാലും മതി. ആരുടെയെങ്കിലും കയ്യിലൊക്കെ പൈസ ഉണ്ടായിരിക്കണം. അവർ ഷെയർസ് മേടിച്ചാൽ മാത്രമേ ഷെയറിൻ്റെ പ്രൈസ് മേളിലോട്ട് പോകത്തുള്ളൂ. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റിനെ പറ്റിയാണ് ഞാൻ ഇനിയൊരു വീഡിയോ പിന്നീട് ചെയ്യുന്നതായിരിക്കും. എനിവേ, അപ്പോൾ ആ ഒരു ലിക്വിഡിറ്റി ഫ്ലോ ഉള്ള സമയത്ത് ആ ഒരു ലിക്വിഡിറ്റി ഫ്ലോ ഇത്രണ്ട് ഹെവി ആയിട്ട് നിൽക്കുന്ന സമയത്ത് നമുക്ക് വാല്യൂ പിക്കുകൾ അധികം കിട്ടത്തില്ല. കാരണം ആൾക്കാർ എല്ലാ സ്റ്റോക്കിലും പൈസ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. എവിടെയെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ സ്റ്റോക്കുകൾ വാല്യൂ കാണുകയാണെങ്കിൽ അവർ അതിൻ്റെ അകത്തെല്ലാം പൈസ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ വളരെയധികം ഡീപ്പ് വാല്യൂഷനിൽ കമ്പനീസ് അധികം കിട്ടുന്നില്ല. പക്ഷേ അതേ സമയത്ത് ഒരു ബുൾ മാർക്കറ്റ് തീർന്ന് ബെയർ മാർക്കറ്റ് തുടങ്ങി, ബെയർ മാർക്കറ്റിൻ്റെ ഒരു എൻഡൊക്കെ ആകുമ്പോഴത്തേക്കും ആൾക്കാരെല്ലാം വിറ്റുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഹെവി ആയിട്ട് ആൾക്കാരിൽ എന്താ പറയുക, സെല്ലിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് അവരുടെ കയ്യിൽ പൈസ ഇല്ല, ലിക്വിഡിറ്റി ഇല്ല. ലിക്വിഡിറ്റി ഇല്ലാതെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഗ്രോത്ത് ഉള്ള കമ്പനീസ് പോലും ചിലപ്പോൾ വാല്യൂ പിക്ക് ആയിട്ട് കിട്ടിയെന്ന് വരും. അവിടെയാണ് നമ്മൾ ആക്ച്വലി വാല്യൂ ഇൻവെസ്റ്റിംഗ് ചെയ്യേണ്ടത്. അത് വളരെ ലോങ് ടൈമിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ആ സമയത്താണ്. അപ്പോൾ ഈ സ്ക്രീനറൊക്കെ നിങ്ങൾ സേവ് ചെയ്ത് വെച്ചിട്ട് ആ സമയത്ത് നിങ്ങൾ ഇതേ കണക്ക് സ്ക്രീനേഴ്സ് റൺ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഇതിൻ്റെ അകത്തുള്ള കമ്പനീസ് സെലക്ട് ചെയ്തെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലാതെ ഇന്ന് സംസാരിച്ച കമ്പനീസ് നിങ്ങൾ വാല്യൂ പിക്ക് ആണെന്ന് കരുതിയിട്ട് ദയവ് ചെയ്ത് എൻട്രി എടുക്കരുത്. ഇതൊക്കെ ഈ ടൈപ്പിലുള്ള കമ്പനീസ് ഒന്നും തന്നെ നമ്മൾ ഫർദർ ട്രാക്ക് ചെയ്യുന്നതല്ലായിരിക്കും. ഇതൊക്കെ തന്നെ ഈ ഒരു ലെവൽസിലൊക്കെ തന്നെ സസ്റ്റെയിൻ ചെയ്ത് പോകാനുള്ള ചാൻസ് ആണ് കൂടുതൽ. അതല്ലാതെ ഇതിൻ്റെ അകത്തൊക്കെ വലിയ രീതിയിലുള്ള ഗ്രോത്ത് വരിക എന്ന് പറഞ്ഞാൽ കുറച്ചധികം ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഏകദേശം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ബാക്കി നിങ്ങളുടെ മിച്ചമുള്ള സ്റ്റോക്ക് റിലേറ്റഡ് ആയിട്ടുള്ളതും അതല്ലെങ്കിൽ മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ളതും എല്ലാ ക്വയറീസും തന്നെ കമൻറ്റിലിട്ടാൽ മതി. ഞാൻ ആ കമൻറ്റിനെല്ലാം തന്നെ റിപ്ലൈ തരുന്നതായിരിക്കും. മാത്രമല്ല നാളെ നമുക്ക് ഈവനിങ് ലൈവ് സെഷൻ ഉണ്ടായിരിക്കും. ഈവനിങ് നമ്മുടെ സ്ഥിരം സമയം 8:45 ആകുമ്പോഴത്തേക്കും ലൈവ് സെഷൻ ഉണ്ടായിരിക്കും. ആ സമയത്ത് നമുക്ക് മാർക്കറ്റിൻ്റെ ഔട്ട്ലുക്ക് കാര്യങ്ങൾ അതല്ലെങ്കിൽ മറ്റ് പോയിന്റുകളൊക്കെ തന്നെ നമുക്ക് ആ സമയത്ത് കവർ ചെയ്യാം എന്നാണ്. ഓക്കെ, അപ്പോൾ എനിവേ വീഡിയോ ലൈക്ക് ചെയ്യുന്നവരെ ഒന്നുകൂടെ ഓർമ്മിച്ചുകൊണ്ട് നമുക്കിന്ന് വൈൻഡപ്പ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാപ്പി ഇൻവെസ്റ്റിംഗ്, happy trading. Have a good night. Thank you.